ഹലോ ഹലോ ആ ഹലോ സാർ പോലീസ് സ്റ്റേഷനാണോ? പോലീസ് സ്റ്റേഷനാണ്. കള്ളം പറയല്ലേ സാർ? പോലീസ് സ്റ്റേഷനാണല്ലോ. നെയിം ബോർഡുണ്ട്. പോലീസ് സ്റ്റേഷനാണ്, പോലീസ് സ്റ്റേഷനാണ്. സാറേ കള്ളം പറയും സാർ ചുമ്മാ വെറുതെ. അയ്യോ സത്യമായിട്ട് പോലീസ് സ്റ്റേഷനാണ്. ഇത് പോലീസ് സ്റ്റേഷനാണ് എന്താണ് ഉറപ്പ്? എത്ര നേരം പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ നിന്റെ വായിലുള്ള പോലെ വേണം. നിനക്ക് എന്താ കാര്യം തുറന്നു പറയുന്നു. ഓക്കെ സാർ മനസ്സിലായി. പോലീസ് സ്റ്റേഷൻ വെച്ചോ. ഓക്കെ പോലീസുകാർ മണ്ടന്മാരാന്ന് പറഞ്ഞ് കറക്റ്റ് തന്നെയാ. എന്ത് മണ്ടത്തരം കണ്ടു സാർ? ഈ ലാപ്ടോപ്പ് സിനിമ കണ്ടോണ്ട് ഇരിക്കൊണ്ടായിരുന്നോ? എന്റെ പൊന്നു സാറേ, ലാപ്ടോപ്പ് സിനിമ കാണുമല്ല. ഈ പോലീസ് സ്റ്റേഷനൊക്കെ ഹൈടെക് ആക്കിയ പേര് സാറാന്നില്ലേ? ഹൈടെക് എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നു സാറേ, സിറ്റി മുഴുവൻ CC ക്യാമറ നിരീക്ഷണത്തിലാണ്. സിറ്റി മുഴുവൻ നമുക്ക് ഇവിടെ നിന്ന് നിയന്ത്രിക്കാൻ പറ്റും, കാണാൻ പറ്റും. നമ്മുടെ കാക്കനാട് ഇൻഫോ പാർക്ക് വെക്ക്. എന്തെങ്കിലും ഇൻഫോർമേഷൻ ഉണ്ടായി പറ സാർ. അത് പറയാൻ നീ വെക്ക്, സൂം ചെയ്യ. ഓക്കെ, ഇൻഫോ പാർക്ക്. ഓക്കെ, വണ്ടിയെടു. എന്താണ് സാർ, എവിടെ പോകും സാർ? അവിടെ തട്ടുകട തുറന്നു കിടക്കും. എനിക്കാണ് ഈ വിഷമത്തിട്ട് മേലെ ഞാൻ തട്ടുകട നോക്കുമല്ലായിരുന്നോ? ദോശ ഒരു IG എന്നതിലുപരി ഒരു മകൻ നഷ്ടപ്പെട്ട അമ്മ കൂടിയാണ് ഞാൻ. തന്റെ ഒന്നും ഈ വളിച്ച കോമഡിക്ക് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇന്നേക്ക് എന്റെ മകൻ നഷ്ടപ്പെട്ടിട്ട് 4ാമത്തെ ദിവസമാണ്. എന്റെ 10 വർഷത്തെ സർവീസിനിടയിൽ ഒരു തുമ്പ് പോലും കിട്ടാത്ത കേസാണിത്. വെറും 4ാം ക്ലാസ് മാത്രം യോഗ്യതയുള്ള ജോർജ് കുട്ടി. നമ്മൾ കേരള പോലീസിനെ എല്ലാരും നട്ടം ചുറ്റിക്കാണ്. അതുകൊണ്ട് ഞാൻ ആകെ ടെൻഷനില്ല. എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? കേസ് CBI ഏൽപ്പിച്ചു. ഈ പോസ്റ്ററിന്റെ ഫ്രണ്ടിൽ തട്ടമെടുക്കുന്ന സിബിനെ ഏൽപ്പിച്ചു. CBI അല്ല, CBI. അയ്യോ സാർ, മോഹൻമോഹന്റെ പട്ടിയോ സാറെന്താ നോക്കുന്നത്? സാറ് നോക്കണ വേറൊന്നല്ല, ഇന്നലെ വന്നപ്പോഴേ 5ന്റെ തൊട്ടി കാണിപ്പോയായിരുന്നു. ഇറച്ചിടാൻ വെച്ച കാശായിരുന്നു, അത് പോയി. 5ന്റെ പൈസ കളവില്ല. ഞാനെടുക്കില്ല. ഞാനെന്ത് കൂടുതൽ പൈസ അല്ല മാഡം, എന്തിനാ ഞങ്ങള് CBIക്കാരോട് വരാൻ പറഞ്ഞത്? എന്റെ മകൻ നഷ്ടപ്പെട്ടിട്ട് ഇന്നത്തേക്ക് 4ാമത്തെ ദിവസം. പേപ്പറിൽ പരസ്യം കൊടുത്താ പോരെ? 2 ദിവസം കഴിയുമ്പോൾ അറിയാലോ. അതല്ല മാഡത്തിന്റെ മകൻ മിസ്സിംഗ്. ഈ ചീട് കേസിനൊക്കെ എന്തിനാ നമ്മളോട് വരാൻ ഭയങ്കര ബോറാണ് കേട്ടോ. എന്താണ് മകന്റെ പേര്? വരും. ഈ കാണാതായ വരുണ്ട് ഫോട്ടോസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? Yes. ചാക്കോ, അല്ല സാർ, എന്നൊരു അസല് ഒളിച്ചോട്ടക്കാരനാണ്. ഒന്ന് മനസ്സിലായി. പൂച്ച കണ്ടിട്ടല്ലോ, പൂച്ച കണ്ടാണ് അവന്. ശരിയാ. പിന്നെ എല്ലാം പൂച്ച വാലോടിക്കുന്ന ആരും അറിയുന്നില്ല വിചാരം. നമ്മൾ CBIക്കാര് കണ്ടുപിടിച്ചിരിക്കും. അതെ, ഈ വരുണിന് ഏതെങ്കിലും വിധത്തിലുള്ള റിലേഷൻസ്? പാലയിലുള്ള ഒരു ജോർജ് കുട്ടിയുടെ മകളായിട്ട് സംതിങ്. ചാക്കോ, Yes. നമുക്ക് ആ വീട് വരെ ഒന്ന് പോണം. നമ്മുടെ വീട്ടിലേക്ക്. നമ്മുടെ വീട്ടിലേക്കല്ലേ, ജോർജ് കുട്ടിയുടെ വീട് വരെ പോകണം. എന്ത് സാറാണ്? അവിടെ എന്തെങ്കിലും കഴിക്കാമല്ലോ. കല്യാണം കഴിച്ചതാണോ? കല്യാണം എന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എനിക്കറിയാം. എന്റെ കൂടെ വാടോ. വേണ്ട, എന്ത്? ചായ അല്ല, ഇച്ചായെന്ന് വിളിച്ചതാ. എനിക്കാകെ പേടിയാകുന്നു. കേസ് അന്വേഷിക്കുന്നത് സേതുരാമയ്യ CBI ആ ജയിലിലാകുന്നുള്ളത് ഉറപ്പാ. കുട്ടി, നീ പേടിക്കണ്ടേ. എന്റെ കൊക്കിന് ജീവനെടുത്തോളം കാലം നിന്നെയും എന്റെ മക്കളെ ഞാൻ കൊച്ചി കൊടുക്കില്ല. നീ മക്കളെ 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 ഭയവും ടെൻഷനും നമ്മളെ മനസ്സിൽ എപ്പോ കയറിയാലും നമ്മൾ അപകടത്തിലാണ്. അതുകൊണ്ട് ഇനി എന്ത് സംഭവിച്ചാലും നമ്മൾ ഭയക്കരുത്. മക്കളായി പോയില്ലേ, നമ്മൾ എന്തെങ്കിലും ബുദ്ധി ഉപയോഗിച്ചു. ചില ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടതല്ലേ, ചില സിനിമകളുടെ ഓർമ്മകൾ എന്റെ മനസ്സിൽ വരുന്നുണ്ട്. നിങ്ങൾ ഈ വൃത്തികെട്ട സിനിമ കാണുന്ന ഒന്ന് നിർത്തിച്ച് ഇങ്ങോട്ട് വാ.
അപ്പൊ ഒക്ടോബർ 2-ന് നമ്മൾ എവിടെ പോയി? സേവനവാരത്തിന്. അന്ന് ഗാന്ധി ജയന്തി അല്ലേ ഇച്ചായ? ഓഗസ്റ്റ് 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 2 നമ്മൾ ധ്യാനത്തിന് പോയി. സുരേഷിനോട് സിനിമയ്ക്ക് പോയില്ല. നമ്മൾ എവിടെ പോയി മക്കളെ? ധ്യാനത്തിന് പോയി. മക്കളെ ധാന്യമല്ല, പിന്നെ ധ്യാനത്തിന് പോയി. എവിടെ പോയി? ധ്യാനത്തിന് പോയി. എവിടെ പോയി? ധ്യാനത്തിന് പോയി. അതും പാറയപ്പള്ളി. എവിടെ? പാറേപ്പള്ളി. പാറേപ്പള്ളി. പാരപ്പള്ളി. അച്ഛൻ റിഹേഴ്സൽ എന്നെ ടൈം അപ്പോ നമ്മൾ പാറയപ്പള്ളിയിൽ സേവനവാരം. എന്താ ദൈവമേ, ധ്യാനപ്പള്ളിയിൽ പാറപ്പള്ളി പോയി. പാരപ്പള്ളി ധ്യാനത്തിന് പോയെന്നല്ലേ ഇച്ചായ? അതെ, അതെ. അങ്ങനെ തന്നെ. CB നിന്റെ അടുത്ത് മറിച്ചും തിരിച്ചും ചോദ്യങ്ങൾ ചോദിച്ചാൽ നീ എങ്ങനെ പറയും? തിരിച്ചും മറിച്ചും ഉത്തരം പറയും. എന്തൊരു ദോഷയെ തിരിച്ചും മറിച്ചും പറയാം. മക്കളെ CB എന്ന് പറഞ്ഞ ക്രൂരന്മാരാണ്. ചിലപ്പോ ഒരുപാട് ഉപദ്രവിക്കും. നിങ്ങൾ ഉപദ്രവിക്കും. അയ്യോ, മമ്മി ഉപദ്രവിക്കും. ചിലപ്പോ മമ്മി നന്നാക്കും. ചിലപ്പോ മമ്മിയെ കെട്ടിക്കും. അപ്പൊ നമ്മൾ പാറയപ്പള്ളിയിൽ ധ്യാനത്തിന് പോയി. എന്തിനു പോയി? ഞാറപ്പള്ളി പാറയിൽ പോയി. ഹലോ മനസ്സിലായി? 3 പ്രാവശ്യം സാറിന്റെ പടം കണ്ടിട്ടുള്ള സാറില്ല, വിട്ടേക്ക്, ഞാൻ പരിചയപ്പെട്ടാം. സേതുരാമയ്യർ CBI, CPI, CPM, M, FRCC, EST, ഡിഗ്രി ഫസ്റ്റ് ഇയർ ബോട്ടണി. ജയിച്ചാ? തോറ്റുപോയി. എന്റെ സാറ് SBI. CBI. നിങ്ങളാണോ ഈ ജോർജ് കുട്ടി? അതെ ജോർജ് കുട്ടി, കാണാതെ പോയ മരിച്ച വരുണിന്റെ ബോഡി തേടിയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഈ വീട്ടിൽ ജോർജ് കുട്ടി ഒറ്റക്കാണോ? ഞാൻ ഒറ്റയ്ക്കാണ് സാർ. ഒറ്റയ്ക്കാണോ? ആരെയും മക്കളും പിന്നെ ഒറ്റക്കാണെന്ന് പറഞ്ഞു. വിളിക്കും, അവരെ വിളിക്കും. മക്കളെ സാർ, ഇത് മോളിക്കുട്ടി, ഇത് ആനക്കുട്ടി. അല്ല, ആനിക്കുട്ടി. ആനിക്കുട്ടി അത് കുട്ടി കോലി. അല്ല, മേരിക്കുട്ടി. എല്ലാ കുട്ടികളാണോ? കുട്ടികൾ മാത്രമാണോ? തന്തയൊന്നുമില്ലേ? ഞാൻ ഇവിടെ തന്തയാണ് സാർ. രണ്ടുപേരും തന്തയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും? ഞങ്ങൾ ഒന്നാണ് സാർ. നിങ്ങൾ ഒന്നല്ല, പിന്നെ നിങ്ങൾ 1001. അതെങ്ങനെ? 1 0 0 1. ഞങ്ങൾ പാറേപ്പള്ളി ധ്യാനത്തിന് പോയി. അതിന് ഞാനിവരോട് ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചില്ലേ? ഇല്ല. ജോർജുട്ടി, നിങ്ങളുടെ ഭാര്യ മോളിക്കുട്ടിയെ എനിക്ക് ഒറ്റ മുറിയിലിരുന്ന് ചോദ്യം ചെയ്യേണ്ടി വരും. കേസിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം. അത് നടക്കണം സാർ. നടക്കണം. നടക്കണം. We are from CBI. അത് സാധിക്കില്ല സാർ. സാധിക്കണം. ദിവസം പറ്റില്ല. എടോ, എന്നെ വിശ്വാസമില്ല എനിക്ക്. സാറിന് വിശ്വാസമുണ്ട്, പക്ഷെ എനിക്ക് ഇവിടെ വിശ്വാസമില്ല സാർ. ചാക്കോ സാർ, take the paper, take the paper, take the paper. പേപ്പർ എടുക്കണോ? പേപ്പർ എടുക്കണേ. ഞാൻ വിചാരിച്ച ആകാശത്തേക്ക് വെടി വെച്ചായിരിക്കുന്നു. എന്താണ് നോട്ട് പോയിന്റ് നോട്ട് പോയിന്റ് നോട്ട് പോയിന്റ് എന്ന് എഴുതി വെച്ചത്? സാർ 4 പ്രാവശ്യം എന്നോട് പറഞ്ഞായിരുന്നു നോട്ട് പോയി. ഇല്ലെങ്കിൽ നോട്ടി പ്ലീസ്. മിസ്റ്റർ ജോർജ് കുട്ടി, മരിച്ച വരുൺ കൊല്ലപ്പെടുന്നതിന് മുമ്പായിട്ട് മരിച്ചിരുന്നു എന്ന് ഇവിടെ ഒന്ന് പറഞ്ഞു. മനസ്സിലായില്ല? ഒന്നുകൂടി പറയാം. മരിച്ചു വരും കൊല്ലപ്പെടുന്നതിന് മുമ്പായിട്ട് മരിച്ചു കഴിഞ്ഞ തിരിച്ചറിയൽ പീരീഡിനായിട്ട് ഇവിടെ സംഭവം നമ്മൾ ലോഡ്ജിന്റെ ഉടമയെ കസ്റ്റഡിയിൽ എടുത്തില്ലേ? കൊണ്ടോ? അല്ല സാർ, ഈ മരിച്ചവരൻ വിട്ടണം. അത് കഴിഞ്ഞു പോയാലല്ലേ ഞാൻ ഈ കേസ്. മിസ്റ്റർ ജോർജ് കുട്ടി, ഞാൻ ഒന്നും കൂടി ആവർത്തിക്കാം. മരിച്ചവരും മരിക്കുന്നതിന് മുമ്പായിട്ട് മരിച്ച വീട്ടിൽ വന്ന് തിരിച്ചറിയൽ പരേഡുമായി ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ടെന്ന് നിങ്ങളോട് കൊല്ലപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞതായിട്ട് ആർക്കെങ്കിലും അറിയാം? ഓക്കെ, താങ്ക് യു. ഓക്കെ, സാർ. എന്താണ് എന്റെ പേര്? മോനായി
തനിക്ക് മോനായോ മോളായോ എന്നല്ല എന്റെ ചോദ്യം. എന്താണ് തന്റെ പേര്? ഏമാനെ എന്റെ പേര് മോനായി എന്നാണ്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് കൊച്ചുങ്ങളില്ല. ഓ, ഈ നിൽക്കുന്ന ജോർജ് കുട്ടിയെ താൻ അറിയോ? ഏത് അറിയും സാറേ, അറിയോ? കഴിഞ്ഞ ഓഗസ്റ്റ് 2-ന് ജോർജ് കുട്ടിയും ഭാര്യയും നിങ്ങളുടെ പാറേപ്പള്ളിയല്ല. ഞാനിവിടെ ചോദിക്കും, നിങ്ങൾ മിണ്ടരുത്. കഴിഞ്ഞ ഓഗസ്റ്റ് 2-ന് ജോർജ് കുട്ടിയും ഭാര്യയും നിങ്ങളുടെ ലോഡ്ജിൽ വന്ന് റൂം എടുത്തോ? സാറേ കഴിഞ്ഞ ഓഗസ്റ്റ് മാത്രമല്ല, ഈ പുള്ളി എല്ലാ മാസവും റൂം എടുക്കും. അയ്യോ ഞങ്ങളിപ്പോ വരുന്ന പോലെ കേസാണ്. ഈ കേസ് വിടില്ല. അതൊക്കെ അതിന്റെ സ്പെഷ്യൽ ചാക്കോയാണ്. അത് ചാക്കോയായിട്ട് ഈ കുട്ടിയാണ് അവിടെ വന്നത്, ഈ സ്ത്രീയാണ് അയാളുടെ ഭാര്യയായിട്ട് വന്നതെന്ന് തനിക്ക് ഉറപ്പുണ്ടോ? നോക്കണം സാറേ, എന്നാലേ പറയാൻ പറ്റുള്ളൂ. വ്യക്തമായിട്ട് നോക്കിട്ട് പറ. ഇത് തന്നെയാ സാറേ. ഓക്കെ, ഇത് തന്നെയാ. ഞാൻ കാണിച്ചു. അന്ന് അവിടെ ഇവര് വന്ന് റൂം എടുത്തു. റൂം എടുത്തു. എന്നിട്ട് ആ ലോഡ്ജ് മുറിയിൽ എന്താണ് സംഭവിച്ചത്? അന്നൊന്ന് റൂം എടുത്തു കഴിഞ്ഞപ്പോ തന്നെ ഈ പെണ്ണില്ലേ, ഈ പെണ്ണിക്ക് തിന്നാൻ വേണമെന്ന് പറഞ്ഞ് ഒച്ച ഉണ്ടായിരുന്നു. അന്നേരം ഈ പുള്ളി പിള്ളേരെ വിളിച്ചോണ്ട് പോയി. അന്നേരത്തേക്ക് പിന്നെ ഈ ചേച്ചി ബാത്റൂമിൽ കയറി കുളി തുടങ്ങി. കുളി 1 മണിക്കൂർ കുളിച്ചു സാറേ. 1 മണിക്കൂർ. അന്നേരം താൻ എവിടെയായിരുന്നു? അന്നേരം ഞാൻ റിസപ്ഷനിൽ നിന്ന് കണക്ക് നോക്കുമായിരുന്നു. റിസപ്ഷനിൽ ഇരുന്ന് കണക്ക് നോക്കുന്ന ആള് ഇവര് കുളിച്ചത് എങ്ങനെയാണ് കുളിച്ചത്? ക്യാമറ വെച്ചിട്ട് ക്യാമറയുടെ ലോഡ്ജോ? ഇല്ല സാറേ, ഞങ്ങളുടെ ലോഡ്ജിൽ അങ്ങനെ കാണിക്കത്തില്ല. പിന്നെ ക്യാമറ ഒന്നും വെക്കത്തില്ല. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ നേരിട്ട് പോയി കണ്ടുപിടിക്കുള്ളൂ, അല്ലാതെ ക്യാമറ വെക്കത്തില്ല സാറേ. അത് എന്നാന്നറിയോ സാറേ, ശരിക്കും പറഞ്ഞാൽ വെള്ളം വീണ് ഒച്ച കേട്ടു. കുറെ നേരമായിട്ട് വെള്ളം ഒഴിച്ച് കളഞ്ഞ ആരാന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നു. അപ്പൊ കാണത്തില്ല, ഈ വെന്റിലേഷൻ വഴി ഒരു കസേര എടുത്തിട്ട് അതിന് മേളിൽ ബക്കറ്റ് കയറ്റി വെച്ച് അതിന് മേളിൽ ഒരു ചെറിയ പാത്രങ്ങൾ വെച്ചിട്ടാണ് എനിക്ക് കയറാൻ പറ്റിയത്. അത് ഞാൻ എത്തി വലിയ സാറേ വെന്റിലേഷനുകൾ ഇങ്ങനെ കഷ്ടപ്പെട്ടാ സാറേ കണ്ടത്. അതെന്തിനാണ് താൻ കഷ്ടപ്പെട്ട് കണ്ടത്? ഇതുപോലെ വല്ല കേസും വന്നാൽ തുമ്പ് തരണ്ടേ, അതിന് വേണ്ടിയിട്ടായിരുന്നു സാർ. പോലീസിന് തുമ്പിട്ട് അറിയാൻ വേണ്ടി തുമ്പത്ത് കയറി തുഞ്ചത്ത് കയറി നോക്കി. തുമ്പിന് വേണ്ടിയാണ് സാർ. ഈ പെണ്ണ് തന്നെയാണ് അത് എന്ന് തനിക്ക് ഉറപ്പുണ്ടോ? സാറേ വ്യക്തമായിട്ട് ഒന്നുകൂടെ നോക്കണം. ഇതായിരിക്കുമല്ലോ സാർ, എന്റെ വൈഫായിരിക്കും. പെട്ടെന്ന് നോക്ക്. ഇത് തന്നെയാ സാറേ. സാർ നോക്കി. അത് തന്നെ സാർ. ഉറപ്പാണ് സാർ. ചാക്കോ, ആദ്യം ഇവനെ കസ്റ്റഡിയിൽ എടുക്കുക, അതിനുശേഷം ഇവന്റെ ഫോൺ കസ്റ്റഡിയിൽ എടുക്കുക, അതിനുശേഷം ഇവന്റെ മെമ്മറി കാർഡ് കസ്റ്റഡിയിൽ എടുക്കുക, എന്നിട്ട് ഇവനകത്ത് ഇട്ടേര്. ഇനി പുറം ലോകം കാണിക്കണ്ട. മറക്കാതിരിക്കാൻ വേണ്ടി സാറേ. ജോർജ് കുട്ടി, സാർ കാര്യങ്ങളൊക്കെ തനിക്ക് എതിരാണല്ലോ അവിടെ? ഇല്ല സാർ, ഒരിക്കലും ഇതിനാണ്. മിസ്റ്റർ ജോർജ് കുട്ടി, രണ്ടാമതി താനും കുടുംബം എവിടെ പോയി പറഞ്ഞു? പാറേപ്പള്ളി ധ്യാനത്തിന് പോയി സാർ. പാറേപ്പള്ളി ധ്യാനത്തിന് പോയി സാർ. പാറേപ്പള്ളി ധ്യാനത്തിന് പോയി സാർ. പാറേപ്പള്ളി ധ്യാനത്തിന് പോയി സാർ.